അസ്സലാമു അലൈക്കും. ഞാൻ മക്കളെയും കൊണ്ട് സ്കൂൾ വിട്ട് വിളിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ജോലി കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വന്ന് കയറിയേ ഉള്ളൂ. മക്കളെ കൂട്ടുകാരിയാണ് വിളിച്ച് നിർത്തിയത്. ഇന്ന് ചോറൊന്നും വെക്കാൻ നിന്നില്ല. രാവിലെ ഒരു മഴക്കോള് കണ്ട്. അപ്പോഴും ഞാൻ പിന്നെ ഫുഡും ചോറും ഒന്നും വെക്കാൻ നിന്നില്ല. ഇന്നലെ തന്നെ മക്കൾക്ക് ചോറിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മക്കളെ നമ്മളെ എണ്ണ എന്തിയേ അങ്ങനെ ഞാൻ ഇത് കാപ്പി ഉണ്ടാക്കാൻ പോണു. ഉപ്പുമാവും വെച്ച് ചട്ടി ചൂടായില്ല, പാത്രം കുറവായി. നമ്മൾ ചട്ടിയിലാണ് വയ്ക്കണം. ഒരു ചട്ടിയിൽ പപ്പടവും പൊരിക്കാമെന്ന് വിചാരിച്ചു, ഒരു ഉള്ളി എടുത്തിട്ട്. അപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടി. പിന്നെ 26-ാം തീയതി മിക്കവാറും ഞാൻ ഇൻഷാ അല്ലാഹ് താമസമാവും. നിങ്ങൾ ദുആ ചെയ്യും. എല്ലാ പണിയൊന്നും പൂർത്തിയാക്കുന്നില്ല. അടുത്ത മാസം വാടക കൊടുക്കാൻ. എന്നാലും ഒരു മാസത്തെ പിന്നെ 2-5 ദിവസം കൂടെ കഴിഞ്ഞ ഒരു മാസമായി. എന്നെ ക്ലീൻ ചെയ്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞിട്ടേ, ഇവിടെ താമസമായിട്ടേ ഇവിടെ നിന്ന് ഒഴിയുള്ളൂ. ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്നിട്ട് ഒഴിവാക്കണം. പിന്നെ മക്കളൊക്കെ വിശന്നിരിക്കുന്നു. വിശപ്പിൻ്റെ കാഠിന്യം അതൊക്കെ അറിഞ്ഞു വളരുന്ന ഒരവസ്ഥ ആകുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല, ഒരു ബഹളമൊന്നും വയ്ക്കൂല. ഞാൻ എന്താ കാപ്പി ഉണ്ടാക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ വലിയ ഒന്നിനും ഒരു ഉഷാറ് കാണില്ല. സങ്കടവും സന്തോഷവും എന്തെന്നൊക്കെ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച്, പച്ചമുളകൊന്നും ഇടില്ല കേട്ടാ, ഉള്ളി കട്ട് ചെയ്ത് വെച്ച്. വെളിച്ചെണ്ണ RCMൻ്റെ ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ തന്നെയാണ്. കറിവേപ്പില ഉണങ്ങിപ്പോയി, വേപ്പല. പുതിയൊരു അടുപ്പ് മേടിക്കണം എന്നൊക്കെ. ഉപ്പുമാവ് ഉണ്ടാക്കാം. മക്കൾ വിശക്കണമെന്ന് മോൻ പറഞ്ഞേട്ടാ. ഇനി എണ്ണ ഒഴിക്കണം, കടുക് പൊട്ടിക്കണം. കുറച്ചെണ്ണ മതി. പിന്നെ മോൾക്ക് പരീക്ഷ എളുപ്പമുണ്ടായിരുന്നാ മസ്രുവേ? ഇന്നലത്തെ മാത്സാ? മാർക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമേ. അവർക്ക് നല്ല എളുപ്പമായിരുന്നു. മുത്തുമോന് പരീക്ഷ എളുപ്പമുണ്ടായിരുന്നാടി പൊന്ന? മോളിഞ്ഞ് ഒന്നാണ് മസ്രുവേ. ഈ മൊബൈൽ പിടിച്ചാണ്. ഇനി കടു തുറക്കട്ടെ. അങ്ങനെ പിടിച്ചു. നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പം 3 മണിയൊക്കെ ആവും. വിശക്കുന്ന മക്കളെ പറ, ആൻസർ പറ. നല്ലോണം അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എന്നാലും തരാം. വേപ്പില ഇട്ടു. നിങ്ങളൊക്കെ നാളെ അവൻ്റെ കൂടെ വരണമെന്ന്. സവാള കുറച്ച് നോക്കട്ടെ. ഈ സവാളയെ പെട്ടെന്ന് മൂക്കാൻ വേണ്ടി എന്തിനാണെന്നറിയാമോ? ഉപ്പിടണം. ഉപ്പിടുമ്പോൾ ഓക്കെ ആവും. പിന്നെ ഇതെൻ്റെ ഇക്ക മേടിച്ചെന്ന ചട്ടികളൊക്കെയാണ് കേട്ടോ. ഞാൻ ഇക്കായും കൂടെയൊക്കെ പോയി നമ്മൾ ഉപ്പും കൂടെ ഇട്ട്. അച്ചാർ ഞാൻ ഇന്നലെ മേടിച്ച്, വെളുത്തുള്ളി അച്ചാർ എനിക്കിഷ്ടമാണ്. പിന്നെ ഉപ്പും കൂടെ ഇട്ട്. മക്കളെ ഒരു സ്പൂണും കൊടുത്താണടി പൊന്ന. ഉപ്പിടുന്നുണ്ടോ? ഇപ്പൊ വ്യൂസ് കുറവ്. എന്താണോ എന്തോ കിട്ടിയില്ല. ഉമ്മി എടുത്തോളാം. മക്കൾ മറയ്ക്കാണ്. ഡ്രസ്സ് ഇട്ടിട്ടില്ല മക്കള്, ഷർട്ട് ഇട്ടിട്ടില്ല. മുത്തുമോനെ മാറ് പൊന്ന. ഈശലായി നീയേ ഗസലായി നീയേ ഉള്ളിനുള്ളിൽ ബഹറായി നീയേ വാനും കീഴേ തേങ്ങും നേരം നീയും ഞാനും ചേർന്നിടാൻ ഇഷ്കിൻ പൂന്തോപ്പിൽ
പപ്പടവും. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഉമ്മ വിളിച്ച് എൻ്റെ തറപ്പണി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തറപ്പണി ഫുള്ള് കംപ്ലീറ്റ് ആവോ എന്തോ അറിഞ്ഞൂടാ. ഒരാളേ ഉള്ളൂ ഇന്ന് പണിക്ക്. പിന്നെ ഞാൻ കൂടുതലും മൺകലത്തിലും പിന്നെ ഇനി അരിയൊക്കെ തീർന്നു, അരിയൊക്കെ മേടിക്കണം. മക്കൾക്ക് പിന്നെ ഉച്ച വരെയല്ലേ ഉള്ളൂ. മസ്രൂനെ കാണിച്ചു തരാം. ചോയിര് വിശേഷങ്ങള് ചോയ്ക്കേ. പിന്നെ ഇവിടെ ഒരു വില്ലൻ കാക്കായ ഉണ്ട്. ഞാൻ കാണിച്ചു തരൂല നിങ്ങൾക്ക്. ഉടുപ്പ് ഇട്ടിട്ടില്ല. ഉടുപ്പൊക്കെ ഊരി ടിഷ്യൂ എന്നും പറഞ്ഞ് പുറത്തിറങ്ങി. അവന് ചൂടെടുക്കണമെന്ന്. പിന്നെന്താണ് വിശേഷങ്ങൾ? ഞാൻ വലിയ സാധനമൊന്നും എനിക്ക് വാരി കെട്ടാനൊന്നും ഇല്ല കേട്ടാ. കുറച്ച് ചട്ടിയും കലവും ഇതൊക്കെ ഉള്ളു. അതിന് മുമ്പ് ഉമ്മാരെ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം. പിന്നെ എനിക്കൊരു കല്യാണമുണ്ട് ഞായറാഴ്ച ഫാമിലിയിൽ, ബാപ്പാൻ്റെ സ്വന്തത്തിൽ. അപ്പം ആ കല്യാണത്തിന് പോവും. എവിടെയെന്നറിയാമോ? എവിടെ മോളെ മസ്റൂ കല്യാണം പറഞ്ഞ? അഷ്ടമുടി കായലൊക്കെ കഴിഞ്ഞിട്ടാണ്. എവിടെ, ഏത് ജില്ലയാണോ? പത്തനംതിട്ടേ. അഷ്ടമുടി കായലൊക്കെ കഴിഞ്ഞിട്ടാണ്. ആര് പറഞ്ഞ്? ആരുപ്പിച്ചി? എൻ്റെ വാപ്പായാണ് നിന്റെ ഉപ്പ. എൻ്റെ വാപ്പച്ചിയാണ് ഉപ്പച്ചി. അതുകൊണ്ട് എനിക്ക് ഒന്നുകൊണ്ട് വിഷമമില്ല. വാപ്പായേ എല്ലാത്തിനും കൂടെ നിൽക്കും. ഉള്ളി വയന്ന് വരണം. മുത്തുമ്മ വെളി ഇറങ്ങിയെന്ന് തോന്നി. മക്കളെ മദ്രസയിൽ വിടണം. അപ്പം നേരത്തെ വീഡിയോ പിടിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ച് കൂട്ടുകാരിയുടെ അവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെന്താണ് വിശേഷങ്ങൾ? താമസമൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും വ്യൂസ് കൂടും. ഫൈനൽ വീട്ടിൻ്റെ ലുക്ക് അതുപോലെ തന്നെ, മുൻ വീഡിയോസിലുള്ള പോലെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ദുആ വേണം, സപ്പോർട്ട് വേണം. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെ ആയിരിക്കും ആ വീട്ടിൽ കയറിയെന്നും പറഞ്ഞിട്ട് എനിക്ക് അഹങ്കാരമൊന്നും കൂടുന്നില്ല. എന്തെൻ്റെ പേരില്ല. ഞാൻ എപ്പോഴും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പിന്നെ കടബാധ്യതയുണ്ട്, അത് തീരാൻ വേണ്ടി സോഷ്യൽ മീഡിയ. പിന്നെ ആരൊക്കെയോ ഫുഡിനുള്ള പൈസ മറ്റേ കുട്ടികൾക്കില്ലേ, അത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ ഫുഡായിട്ടേ മേടിച്ചുകൊണ്ട് കൊടുക്കുള്ളൂ. കാരണം പൈസ കൊടുക്കാനും പറ്റൂല. പൈസ കൊടുത്താൽ ഭയങ്കര മദ്യപാനമാണ്. അതിന് വേണ്ടി ഞാൻ കൊടുക്കൂല. മക്കൾക്ക് ആ പൊടിക്ക പാലവന്മാർക്ക് 5 എണ്ണത്തിന് ഞാൻ എന്തെങ്കിലും എനിക്കൊരു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ 1000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ ഉമ്മ വാപ്പ അവർക്കും കടങ്ങളും കാര്യങ്ങളും റബ്ബറും വെട്ടിയൊക്കെയാണ് ജീവിക്കുന്നത് വീട്ടിലെ അവസ്ഥ. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാം മാറും ഒരിക്കലും. പിന്നെ എനിക്ക് തസ്ലിയെ പോയൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആമിനാത്ത ഒക്കെ കുറേ യൂട്യൂബ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ സന്തോഷം. അല്ലാതെ എന്നെ വിളിക്കാനൊന്നും അല്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഇത്താമാരെ അൽഹംദുലില്ലാ സന്തോഷമാണ് ഇത്താമാരെ. പിന്നെ അന്നേരം വന്നാ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തി. അപ്പം നമുക്ക് നാളെ ഒരു നല്ലൊരു കണ്ടൻറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു വീഡിയോ വരും. പിന്നെ മക്കളെയൊക്കെ പഠിപ്പിക്കണോണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ഫോൺ കോളൊന്നും അധികം എടുക്കാത്തത്. എന്നെ ആരും അവിഹിതമായിട്ടൊന്നും എടുത്ത് വിളിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ടൈപ്പ് ഒരു വീഡിയോ കണ്ടാലേ ആ ടൈപ്പിൽ ആൾക്കാർ, പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും, അല്ലെങ്കിൽ എടുത്ത് കളയും. ഓ ഇല്ല പൊന്ന, ഉമ്മി കണ്ടില്ലടാ പൊന്ന, ഉമ്മി കണ്ടില്ല മുത്തേ. ചുന്നേരിയും മറ്റും വേണ്ടില്ലടി. ചുന്നേരിയെ വാരിപ്പിടുത്തല്ല, അമ്മയ്ക്ക് കഴിവണ്ടിയുള്ള തുണികളാണ്, അതവിടെ ഇരിക്കട്ടെ. വെളിയിറങ്ങാൻ പറ്റൂല. ദാണ്ടല്ല അപ്പൂപ്പ അപ്പുറത്തേക്കിന് കൊണ്ടുപോകും, കാക്ക കൊത്തിക്കൊണ്ട് പോകും. ഇപ്പോഴും ശരി. എന്നാൽ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. മസ്രുവേ, മസ്രുവിടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.